അപ്പോൾ നമ്മുടെ PT ക്യാമറ നമ്മുടെ ഫോണിൽ കാണുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പ്രീസെറ്റ്സ് പോയിൻറ്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. പ്രീസെറ്റ്സ് പോയിൻറ്റ്സ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ആവശ്യമാണ്. ഇൻഗ്രീഡിയൻ്റ് നമ്പർ 1 നമ്മുടെ ഫോണിൽ ആ ഒരു ക്യാമറ വ്യൂ ചെയ്യണം. പിന്നെ ഒരു പേന വേണം. പിന്നെ നമുക്കൊരു ബുക്കും വേണം. അപ്പോൾ ഈ ഒരു പേനയും പേപ്പറൊക്കെ എന്തിനാണെന്നല്ലേ, ഇതൊക്കെ എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഇതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് കളയില്ല കേട്ടോ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് എന്തിനായിരുന്നു പിന്നെ പേന ഉപയോഗിച്ചതെന്നൊന്നും എന്നോട് ചോദിച്ചേക്കരുത്. അപ്പോൾ നമ്മുടെ പേനയുടെ ക്യാപ്പൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രീസെറ്റ്സ് പോയിൻ്റ് ആദ്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ക്യാമറയുടെ PTZ മെനുവിലേക്ക് പോകണം. അത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. വന്നു കഴിഞ്ഞു PTZ മെനു വന്നിട്ടുണ്ട്. അപ്പോൾ PTZ മെനുവിൽ ഇതൊരു ജോയ്സ്റ്റിക്ക് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് കാണാം ക്യാമറ പതിയെ അങ്ങോട്ട് തിരിയണം കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇങ്ങനെ മാറ്റുമ്പോൾ കണ്ടോ ക്യാമറ അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് കണ്ടോ, മൂവ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഈ പ്രീസെറ്റ്സ് പോയിൻ്റ് നമ്മൾ 9 സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. നിങ്ങൾ 9 1 by 1 നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിരുന്നോണം, അല്ലെങ്കിൽ ഇതൊന്നും കൃത്യമായിട്ട് മനസ്സിലാകില്ല കേട്ടോ. ഇപ്പോൾ ഇത് അങ്കിളുടെ വീടാണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്കിളുടെ വീട് കാണുന്ന രീതിയിൽ ഒരു പ്രീസെറ്റ്സ് പോയിൻ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പോയിൻ്റ് 1 അങ്കിൾ എന്ന് ഞാനിവിടെ എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ ഈ അങ്കിളുടെ വീടിൻ്റെ നേരെ ഈ ക്യാമറ ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പ്രീസെറ്റ്സ് എഴുതിയേക്കണ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളിവിടെ നോക്കുമ്പോൾ നമ്പർ 1 എന്ന് ഇവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. കാരണം നമ്മൾ വേറെ പ്രീസെറ്റ്സ് പോയിൻ്റ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇനി അഥവാ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പൊക്കോട്ടെ. അതിന് വേണ്ടി നിങ്ങൾ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ആദ്യം പ്രസ് ചെയ്തേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 1 എന്നുള്ള ബട്ടൺ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് സെറ്റ് എന്നുള്ള ബട്ടണിൽ അങ്ങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇപ്പം നമ്മുടെ 1ാമത്തെ പ്രീസെറ്റ് ഇവിടെ നമ്മൾ സക്സസ്ഫുള്ളി സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അങ്കിളുടെ വീട് ഇവിടെ 1 എന്നുള്ള നമ്പറിൽ സെറ്റ് ചെയ്തു. ഇനി നമ്മളിവിടെ ഈ പാൻ ടിൽറ്റ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത ശേഷം വീണ്ടും നമ്മുടെ ജോയിസ്റ്റിക്ക് മെനു എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ക്യാമറയെ പതിയെ അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2ാമത്തെ ലൊക്കേഷനിലേക്ക് ക്യാമറയെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അമ്മച്ചിയുടെ ഒരു വീടാണ് ഈ കാണുന്നത്. അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഈ വാട്ടർ ടാങ്കിൽ ഇതുണ്ടോ, ഈ മോളിൽ കാണുന്ന വാട്ടർ ടാങ്ക് ഉണ്ടോ, ഈ വാട്ടർ ടാങ്കിൽ നിന്ന് ഈ അമ്മച്ചി ഏത് സമയം വെള്ളം അടിച്ച് ദൂരെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ടാങ്കിൽ നിന്ന്. അപ്പോൾ എനിക്ക് ഈ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം പോകുമ്പോൾ ഈ അമ്മച്ചിയോടൊന്ന് പറയണം. അതിനുവേണ്ടി ഞാൻ അടുത്ത പ്രീസെറ്റ് സെറ്റ് ചെയ്യുകയാണ്. നമ്പർ 2 അമ്മച്ചിയുടെ ടാങ്ക് അമ്മച്ചിയുടെ ടാങ്ക്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടേ ഉള്ളൂ. അതിന് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രീസെറ്റ്സ് എന്നുള്ള വിൻഡോയിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിട്ട് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ 1 എന്ന് പറയുന്ന നമ്പർ ജസ്റ്റ് മുകളിലോട്ട് ഇങ്ങനെ മാറ്റിയിട്ട് നമ്മൾ 2 എന്നാക്കി വെച്ചിട്ടുണ്ട്. 2 എന്നാക്കിയിട്ട് എന്ത് ചെയ്യണം, നേരത്തെ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം സെറ്റ് എന്ന് കൊടുക്കുക. ഇനി പാൻ ടിൽറ്റ് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ ഈ ഓപ്ഷനിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തത് ഇവിടെ താഴേക്ക് കുറച്ചങ്ങ് താത്തി വയ്ക്കാം. ഇവിടെ ഒരു വാഴ നിൽപ്പുണ്ട്. ആ വാഴ കാണുന്ന രീതിയിലേക്ക് ആക്കി. അപ്പോൾ വാഴ കാണുന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രീസെറ്റ് എന്നുള്ള ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രീസെറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത ശേഷം നമ്മുടെ നമ്പർ 3 അല്ലേ വരണ്ടേ, അപ്പോൾ നമ്പർ 3 ഇവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും പഴയതുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ ഡിലീറ്റ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, സെറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 3ാമത്തെ പ്രീസെറ്റ് ഇവിടെ വാഴ. നമ്മൾ 4ാമത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ നമ്പർ 4 സെലക്ട് ചെയ്ത് വെച്ചു. പഴയതുപോലെ ഡിലീറ്റ് എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇവിടെ സെറ്റ് എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അത്രയും പ്രീസെറ്റ്സ് പോയിൻറ്റ്സ് ക്യാമറ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിക്ക്, 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്കിളിൻ്റെ വീടാണ്. 2 അമ്മച്ചിയുടെ വാട്ടർ ടാങ്ക്, 3 അമ്മച്ചിയുടെ തന്നെ വാഴ, 4 പൈപ്പ്, പിന്നെ അമ്മച്ചിയുടെ ആ വീട്ടിലെ പേരമരം, ഹോണ്ട ബൈക്ക് ഷോറൂം, ലാഡർ, അതുപോലെ വാതിൽ, സ്റ്റോക്ക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രീസെറ്റ്സ് പോയിൻറ്റ്സ്. അപ്പോൾ നമ്മുടെ 1ാമത്തെ പ്രീസെറ്റ്സ് പോയിൻ്റ് ആയിട്ടുള്ള അങ്കിളിൻ്റെ അടുത്തേക്ക് ഞാൻ ഈ ക്യാമറയെ കോൾ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്പർ 1. അപ്പോൾ ഇവിടെ പ്രീസെറ്റ്സിലേക്ക് വരിക. അപ്പോൾ ഇവരിവിടെ പറഞ്ഞേക്കണം കേട്ടോ, നമ്പർ 1 എന്ന് കൊടുത്തിട്ട് നമ്മളോട് കോൾ ചെയ്യാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഞാൻ കോളിന് കൊടുക്കുവാണ്. ക്യാമറ ദേ പോണു അങ്കിളിൻ്റെ വീട്ടിലേക്ക്. കണ്ട മൂവ് ചെയ്ത് ഓട്ടോമാറ്റിക് പോകണം, നമ്മളൊന്നും ചെയ്യണ്ട. ക്യാമറ സ്വയം തിരിഞ്ഞ് കോൾ ചെയ്തപ്പോൾ ക്യാമറ ഓട്ടോമാറ്റിക് ഇതേ അങ്കിളുടെ വീട്ടിൽ പോയി സെറ്റ്. അവിടെ പോയിരിക്കുകയാണ് ക്യാമറ. നോക്കിക്കണ്ട, അങ്കിളുടെ വീട്ടിലേക്ക് പോയി. ഞാൻ കോൾ ചെയ്യാൻ വേണ്ടി നമ്പർ 2 ഇതുണ്ട്. അത് നമുക്കിങ്ങനെ അങ്ങോട്ട് മാറ്റാം. അതുണ്ടോ, നമ്പർ 2 നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കോൾ എന്ന് കൊടുക്കുകയാണ്. നേരെ ടാങ്കിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ക്യാമറ. കണ്ടോ, അതേ മുകളിലോട്ട് പൊങ്ങും കൂടെ ചെയ്യും. അങ്ങോട്ട് പൊങ്ങുന്നില്ലേ, അത് സൂം ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ, പൊങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ ഹോണ്ട ബൈക്കിൻ്റെ ഷോറൂം വരുന്നത് നമ്പർ 6 ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ നമ്പർ 6 എന്നുള്ള സ്ഥലം സെലക്ട് ചെയ്തു. കണ്ടോ, നമ്പർ 6 സെലക്ട് ചെയ്ത ശേഷം കോൾ
അപ്പോൾ അതേ ക്യാമറ ആ നമ്പർ 6 പോവാണ് കേട്ടോ. അതേ പോണു. കറക്റ്റ് സെറ്റ്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ ഫോൺ കൊണ്ടുപോകുന്ന കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോകണ്ടേ, അല്ലാതെ ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ നമ്പർ 5 എന്താണെന്ന് ഞാനെങ്ങനെ അറിയുന്നത്? നമ്പർ 5 അല്ലെങ്കിൽ പിന്നെ ഇത് മുഴുവൻ 1 അങ്കിൾ 2 അമ്മച്ചിയുടെ വാട്ടർ ടാങ്ക് 3 വാഴ, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച രീതിയിൽ ഇത് പഠിച്ചു വെക്കാനാണ് നമ്മുടെ ഹിക്വിഷൻ്റെ ഈ ആൾക്കാർ പറയുന്നത് കേട്ടോ. ഹിക്-കണക്ട് എന്നുള്ള ആപ്ലിക്കേഷനിൽ ഈ ഒരു സാധനം നമ്മൾ പഠിക്കണം. ഇങ്ങനെ നമ്മൾ കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു. അതേസമയം ഇവർ ഇത്രയും വലിയ അഡ്വാൻസ്ഡൊക്കെ ആണല്ലോ. ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹൈ ക്വാളിറ്റി ക്യാമറയാണ്, ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. 6 എന്ന് പറഞ്ഞാൽ ഹോണ്ട ബൈക്ക് എന്ന് എഴുതാനുള്ളൊരു കോളം, ഒരു സ്ഥലം ഇത് ഇവിടെ കൊടുത്തായിരുന്നെങ്കിൽ എനിക്ക് 6 എന്ന് പറയണത് ഹോണ്ട ബൈക്കാണെന്ന് ഒന്ന് എഴുതി വെക്കാൻ പറ്റില്ലായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ ഈ 3 എന്ന് പറയുന്ന നമ്പർ ഞാൻ എടുക്കുന്ന കൂടുതൽ ഇവിടെ 3 എന്ന് പറഞ്ഞ നമ്പർ ഞാൻ എടുക്കുമ്പോൾ ഇവിടെ വാഴ എന്ന് എഴുതി കാണിക്കുമായിരുന്നെങ്കിൽ എനിക്കവിടെ എഴുതി കൊടുക്കണമായിരുന്നു. ഞാൻ ഈ എഴുതുന്നത് ഇവിടെ എഴുതിയായിരുന്നെങ്കിലോ 3 ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ എഴുതി കാണിക്കുക വാഴ. അപ്പോൾ എനിക്ക് ആ വാഴയൊന്ന് മനസ്സിലാവുമല്ലോ, ആ വാഴയിലേക്ക് മൂവ് ചെയ്യാൻ മേലെ. ഇതിന് പകരം ഞാൻ ഇത് കീറി എടുത്തിട്ടുണ്ടല്ലോ, ഇത് എൻ്റെ പോക്കറ്റിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകണം, ഇത് മടക്കി ഞാൻ കൊണ്ടുപോകണം. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രോള് പോലെ കാണിച്ചതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഇതേപോലെയുള്ള ലാൻഡ് ഫോൺ കണ്ടിട്ടുണ്ട്. ഈ ലാൻഡ് ഫോണിൽ നമ്മൾ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇതിനകത്ത് പണ്ടൊന്നും നമുക്ക് അങ്ങനെ നമ്പർ ഒന്നും കയറ്റിയിട്ടിട്ട് പുതിയ രീതിയിൽ മൊബൈൽ ഫോണിൽ വിളിക്കുന്ന പോലെ പറ്റിയല്ലായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ ഇതേപോലത്തെ ഒരു ഡയറിയോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഓരോരുത്തരുടെ നമ്പർ എഴുതി വെക്കും. എന്നിട്ട് ആ നമ്പർ നമ്മൾ നോക്കിയിട്ടാണ് പണ്ടൊക്കെ ഇതുപോലുള്ള ലാൻഡ് ഫോണിൽ നമ്മൾ കോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സെയിം സാധനം തന്നെയല്ലേ നമ്മളിപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിലും കണ്ടത്. ഇപ്പോൾ ഇതേപോലെ തന്നെ ഒരു പേപ്പർ നമ്മൾ കൊണ്ടു നടക്കുന്ന രീതിയിലാണ് ഇപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ അവർ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ നമുക്ക് 300ഓളം പ്രീസെറ്റ്സ് പോയിന്റ്സ് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഒരു 200 പേജിൻ്റെ ഒരു ബുക്ക് മേടിച്ചിട്ട് വേണം അങ്ങനെയുള്ള പ്രീസെറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനിതിങ്ങനെ പറയുമ്പോഴത്തേക്കും ചില ആൾക്കാർ പറഞ്ഞേക്കാം പിന്നെ അങ്ങനെയൊന്നുമില്ല, അത്രയൊന്നും അതിൻ്റെയൊന്നും ആവശ്യമില്ല. 1-2 പ്രീസെറ്റ്സ് പോയിന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ മെമ്മറി തന്നെ അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതേസമയം ഈ പ്രീസെറ്റ്സ് പോയിന്റ്സിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഈ ഒരു ക്യാമറയൊന്നും ഒരിക്കലും കറങ്ങിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ ഈ ഒരു ക്യാമറ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമേ അല്ല ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. കാരണം നിങ്ങൾക്കറിയാം ഞാൻ ഈ ഒരു CHC ക്യാമറ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമ്പാരിസൺ ചെയ്തത് ഈ ഒരു PT ക്യാമറയായിട്ടാണ്. ഈ ഒരു PT ക്യാമറയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു PT ക്യാമറ ഈ ഒരു CHC ക്യാമറയെ നമ്മുടെ ആ ഒരു കമ്പാരിസണിൽ തോപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ ഒരു PT ക്യാമറ വേണ്ടാന്ന് പറഞ്ഞേക്കാം. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും PT ക്യാമറ അടിപൊളി ക്യാമറയാണ്. അതിന് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു സോഫ്റ്റ്വെയർ ഒന്നും കൂടെ ഒന്ന് മെച്ചപ്പെടുത്താനുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ വൈസ് നോക്കുമ്പോഴത്തേക്കും ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് EZVIZ സോഫ്റ്റ്വെയർ ആണ്. ആ കാര്യത്തിനകത്ത് CHC ക്യാമറ എന്തായാലും അടിപൊളിയാണ്. അതേസമയം PT ക്യാമറയുടെ കേസിനകത്ത് പറഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്വെയർ ബേസ് ആണ് അവർ ഒന്നും കൂടെ ഒന്ന് ശരിയാക്കാനുള്ളത്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് മെച്ചപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷേ ഈ ഒരു ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സോഫ്റ്റ്വെയർ ഒട്ടും സ്യൂട്ടബിൾ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഹിക്-കണക്ട് സോഫ്റ്റ്വെയറിന് യാതൊരു പ്രശ്നവും ഞാനിതുവരെ കണ്ടിട്ടില്ല. നല്ല റിലയബിലിറ്റി ഉള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ക്യാമറകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നെക്സ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, ഞങ്ങൾ പ്രോഡക്റ്റുകൾ സെയിലും സർവീസും ഇൻസ്റ്റലേഷനൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ ഓഫീസ് വരുന്നത് എറണാകുളത്താണ്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ ഈ പ്രോഡക്റ്റ് കൊറിയർ ചെയ്ത് തരാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം പിന്നെ എന്തിനാ നിങ്ങളുടെ നിന്ന് ഞങ്ങൾ മേടിക്കുന്നത്, ഞങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് ഉണ്ട്, ആമസോൺ ഉണ്ട്, അവിടെ നിന്നൊക്കെ മേടിച്ചാൽ പോരെ എന്ന് ചോദിക്കാം. പക്ഷേ ഫ്ലിപ്കാർട്ടും ആമസോണും തരാത്ത വലിയൊരു കാര്യം ക്യാമറയുടെ കാര്യത്തിനകത്ത് എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങളുടെ അടുത്തേക്ക് എനിക്ക് കൊറിയർ ചെയ്ത് തരാം. അത് മാത്രമല്ല ഇത് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും കഴിയും. പിന്നെ ആഫ്റ്റർ സെയിൽ സപ്പോർട്ടാണ് നമുക്ക് ഏത് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോഴും വേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് 100% അറിയാം. കാരണം എന്ന് വെച്ചാൽ ക്യാമറ എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി ഉപകരണമാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിലൊക്കെ നിങ്ങൾ ഓൺലൈനിൽ കയറി സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ആകെ ഉള്ളത് അവിടെ ചീപ്പ് പ്രോഡക്റ്റുകൾ, അതായത് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ പ്രോഡക്റ്റുകൾ കൊടുക്കും. അതിപ്പം എവിടെയാണെങ്കിലും ആ ഒരു വിലയ്ക്ക് തന്നെ എനിക്ക് ചിലപ്പോൾ തരാൻ കഴിഞ്ഞേക്കില്ല. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് അതിന് ശേഷം ഉണ്ടാകുന്ന എന്ത് ഇഷ്യൂസും അല്ലെങ്കിൽ ആ ഇൻസ്റ്റലേഷൻ ടൈമിൽ ഉണ്ടാകുന്ന എന്ത് ഇഷ്യൂസും എനിക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും സർവീസ് ചെയ്യാനൊക്കെ പറ്റും. താഴെ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് അയക്കുക മാത്രം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വിളിക്കണമെന്ന് നിർബന്ധം
കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് നിങ്ങൾ അതിനകത്ത് ഇടാം. നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിനെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.